നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയായിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ച് ആ ഹർജി തള്ളിക്കളഞ്ഞു. തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ ഹർജിയുമായി മഞ്ജുഷ എത്തി. നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ശക്തമായ നിലപാടാണ് ഭാര്യ മഞ്ജുഷ കൈക്കൊണ്ടിരുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ കാരണക്കാരായ കൊലയാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് നേരത്തെ മഞ്ജുഷ ശപഥം ചെയ്തിരുന്നു. ഇതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും ആ പോരാട്ടത്തിൽ എന്ത് ത്യജിക്കേണ്ടി വന്നാൽ അതിനു തയ്യാറാണ് എന്നും മഞ്ജുഷ പറഞ്ഞിരുന്നു. തൊട്ടുപിന്നാലെ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി പൂർണ്ണമായി മഞ്ജുഷയ്ക്ക് പിന്നിൽ അണിനിരന്നു. അതിൻ്റെ പ്രതിഫലനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമായിരുന്നു. എന്നാൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളുടെ പിന്നാലെ പായുന്ന മഞ്ജുഷയുടെ നിസ്സഹായാവസ്ഥയാണ് പിന്നീട് കേരളം കണ്ടത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ശേഖരിക്കണമെന്നും അത് സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദ്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ മഞ്ജുഷ സമീപിക്കുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെ തനിക്ക് വിശ്വാസമില്ലെന്നും ഈ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു. മഞ്ജുഷയുടെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരാകരിച്ചതോടെ അപ്പീലുമായി മഞ്ജുഷ നേരെ ഡിവിഷൻ ബെഞ്ചിലെത്തി. ഹൈക്കോടതി മഞ്ജുഷയ്ക്ക് അനുകൂല നിലപാടെടുക്കുമെന്നതായിരുന്നു കേരളത്തിന്റെ പൊതുമണ്ഡലം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ ഉയർന്ന വാദങ്ങൾ ചില സംശയങ്ങൾ ശക്തമാക്കി. ഇന്നലെ ഹൈക്കോടതിയിൽ വാദം നടക്കുമ്പോൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ അപ്രതീക്ഷിതമായി ചില മലക്കം പറച്ചിലുകൾ നടത്തി. അതാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ ഇത്രയേറെ ആശയക്കുഴപ്പത്തിലാക്കിയത്. CBI അന്വേഷണം മാത്രം മതി എന്ന് ശക്തമായി വാദിച്ചിരുന്ന മഞ്ജുഷയുടെ അഭിഭാഷകൻ പൊടുന്നനെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന നിലപാടെടുത്തു. അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി കേരളം. പിണറായി വിജയൻ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിൽ സത്യം പുറത്തുവരില്ല എന്നും നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയായ PP ദിവ്യ CPM പാർട്ടിയുടെ ഉന്നത നേതാവാണ്. അതുകൊണ്ട് തന്നെ CPM പാർട്ടിയുടെ സ്വാധീനം ഈ കേസിൽ പ്രകടമാകുമെന്നും പലവട്ടം കോടതിയെ ധരിപ്പിച്ചിരുന്നു മഞ്ജുഷയുടെ അഭിഭാഷകൻ. അതേ അഭിഭാഷകൻ തന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് മലക്കം മറിഞ്ഞു? ഈ സംശയം ഉന്നയിച്ച് ഇന്നലെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലെത്തി. ചിലർ ശക്തമായ വീഡിയോകൾ അവതരിപ്പിച്ചു. ഈ കേസ് തുടക്കം മുതൽ ഫോളോ ചെയ്തിരുന്ന KM ഷാജഹാൻ ഇന്നലെ നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ P നായരെ ഫോണിൽ ബന്ധപ്പെട്ടു. സാർ എന്തിനാണ് ഈ വിഷയം ഇത്ര വൈകാരികമായി എടുക്കുന്നത് എന്ന ചോദ്യമാണ് അനിൽ P നായർ ഉന്നയിച്ചത്. അപ്പോൾ തന്നെ KM ഷാജഹാന് ചില സംശയങ്ങൾ ശക്തമായി. KM ഷാജഹാന് മാത്രമല്ല, പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി സാമൂഹിക പ്രവർത്തകരുടെ ഉള്ളിൽ തീയാളുകയായിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് മഞ്ജുഷ മലക്കം മറിഞ്ഞത്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തങ്ങളുടെ അപ്പീൽ തള്ളിക്കളയും എന്ന ഭയമാണോ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണെങ്കിലും മതി എന്ന തീരുമാനത്തിലെത്താനുള്ള കാരണം? 2 പെൺകുട്ടികൾ മാത്രമാണ് നവീൻ ബാബുവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യ മഞ്ജുഷയെ ഒരുപക്ഷെ ചിലർ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. ജീവൻ അപകടത്തിലായാൽ 2 പെൺകുട്ടികളുടെ ഭാവിയോർത്ത് അവരുടെ ഉള്ളം പിടഞ്ഞിട്ടുണ്ടാകാം. ഭയപ്പെടുത്തിയാണോ മഞ്ജുഷയെ ഇത്തരമൊരു കേസിൽ നിലപാട് മാറ്റിച്ചത് എന്ന സംശയം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ശക്തമാണ്. അതുതന്നെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നതും. ഇതേ ചോദ്യമാണ് KM ഷാജഹാൻ ഉന്നയിക്കുന്നതും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മഞ്ജുഷയുടെ അഭിഭാഷകൻ മലക്കം മറിഞ്ഞത്? ഇതിന് മഞ്ജുഷയുടെ നിർദ്ദേശമുണ്ടായിരുന്നോ അതോ ആരെങ്കിലുമൊക്കെ ബോധപൂർവം മഞ്ജുഷയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? മഞ്ജുഷയ്ക്ക് ചുറ്റും തിക്കിത്തിരക്കി നിന്നവരിൽ പലരും CPM നേതാക്കളാണ് എന്ന സത്യം തുടക്കത്തിലെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരത്തെ നവീൻ ബാബു വിഷയത്തിൽ ശക്തമായ ചില നിലപാടുകൾ എടുത്തപ്പോൾ CPM പാർട്ടിയിൽ തന്നെ ചില തിരുത്തൽ ശക്തികൾ ഉയർന്നു വരുന്നു എന്ന തോന്നൽ കേരളത്തിനുണ്ടായി. എന്നാൽ കണ്ണൂർ ലോബിയുടെ സ്വാധീനം ശക്തമായിരുന്നു. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അടിപൊളി കാര്യങ്ങൾ പാളുന്നുവെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ മുച്ചൂടും തള്ളിപ്പറഞ്ഞു. അപ്പോൾ കേരളം കരുതിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് CBI അന്വേഷിപ്പിക്കാൻ ഏർപ്പെടുത്തുമെന്നാണ്. എന്നാൽ തുടക്കം മുതൽ ഒരു വശത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നിലപാടുകളായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് തൊട്ടുപിന്നാലെ പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെത്തിയ MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുമായി അടച്ചിട്ട വീട്ടിലിരുന്ന് സംസാരിക്കുന്നു. തുടർന്ന് പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ നേരെ കരണം മറിഞ്ഞ് കണ്ണൂരിൽ കാട്ടിയ വിക്രിയകൾ നമ്മൾ കണ്ടതാണ്. MV ഗോവിന്ദൻ്റെ ഭാര്യയെ തന്നെ PP ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിന് പുറത്തേക്ക് അയക്കുന്ന MV ഗോവിന്ദൻ, PP ദിവ്യയെ സംരക്ഷിക്കാൻ സകല അടവുകളും പയറ്റുന്ന പാർട്ടി സെക്രട്ടറി,
PP ദിവ്യയെ സംരക്ഷിക്കുക മാത്രമല്ല നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യ എന്ന നിലയിൽ പ്രചരണവും നടത്തി കേരളത്തിൻ്റെ CPM പാർട്ടി. CBI അന്വേഷണം ആവശ്യമില്ല എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെയാണ് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നും സിംഗിൾ ബെഞ്ച് കാര്യമായി ഈ വിഷയം പഠിച്ചില്ല എന്നും ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചിരുന്നു. എന്നാൽ അപ്പീൽ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ചില സംശയങ്ങൾ ഉന്നയിച്ചു. ഈ കേസിൽ എന്തിനാണ് CBI അന്വേഷണം ഏൽപ്പിക്കുന്നത് എന്നതായിരുന്നു കോടതിയുടെ മുഖ്യ ചോദ്യം. കേസന്വേഷണത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും അവർ തങ്ങളുടെ ഫീൽഡിൽ കഴിവ് തെളിയിച്ചവരാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ഇതോടെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കാരണം പറഞ്ഞു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, മഞ്ജുഷയുടെ അഭിഭാഷകൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യമുന്നയിക്കുമ്പോൾ സർക്കാർ അഭിഭാഷകൻ അത് എതിർക്കുന്നില്ല. ഇവിടെ മറ്റു ചില സംശയങ്ങൾ കൂടി നമുക്ക് ശക്തമാകുന്നു. മഞ്ജുഷയുടെ അഭിഭാഷകനും സർക്കാർ അഭിഭാഷകനും തമ്മിൽ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടായോ? തുടർന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഉത്തരവ് പറയാനായി മാറ്റിവെച്ചു. ഹൈക്കോടതി ഒരു CBI അന്വേഷണം ഏർപ്പെടുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് KM ഷാജഹാനെ പോലുള്ളവർ തറപ്പിച്ചു പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണമാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും മഞ്ജുഷ തന്റെ അപ്പീൽ ഹർജിയിൽ എടുത്തു പറഞ്ഞിരുന്നു. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാനാണ് നിലവിലെ അന്വേഷണം നടത്തുന്നത്. അന്വേഷണ സംഘം തെളിവുകൾ അട്ടിമറിച്ചു. നവീൻ ബാബുവിൻ്റെ മരണകാരണം അവർ കണ്ടെത്താൻ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. ഒരു നരഹത്യാ സാധ്യത പരിഗണിച്ച് പോലീസ് ഫലപ്രദമായ അന്വേഷണം നടത്തിയില്ല എന്നതാണ് മഞ്ജുഷയുടെ മുഖ്യ ആരോപണം. പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നൽകിയത്. 2024 ഒക്ടോബർ 15-ാം തീയതിയാണ് നവീൻ ബാബു കൊല്ലപ്പെടുന്നത്. അന്നു മുതൽ കേരളത്തിൽ ഏറ്റവും ശക്തമായി അലയടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കി മരണകാരണം കണ്ടുപിടിക്കാൻ ശക്തമായ അന്വേഷണം കൂടിയേ തീരൂ എന്ന് കേരളം ഒരേ മനസ്സോടെ ഈ കേസിൽ ആവശ്യപ്പെട്ടിരുന്നു. തുടക്കം മുതൽ CPM പാർട്ടി പതറുന്നതാണ് നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ ഏറെ ശ്രദ്ധേയം. എന്നാൽ ഈ കേസന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പ്രതിപക്ഷം പറഞ്ഞില്ല. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം സംബന്ധിച്ച സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിപക്ഷം ശക്തമായ സമരപരിപാടികളോ പ്രതിഷേധങ്ങളോ സംഘടിപ്പിച്ചില്ല. എന്തിനേറെ ഒരു നിലപാട് പോലും അവർ വ്യക്തമാക്കിയില്ല. CPM പാർട്ടി അനുഭാവിയായിരുന്ന മഞ്ജുഷ ഔദ്യോഗിക സ്ഥാനം പോലും ത്യാഗം ചെയ്ത് പത്തനംതിട്ടയിലേക്ക് കടന്നു വന്നത് കുടുംബത്തെയും മക്കളെയും സംരക്ഷിക്കാൻ മാത്രമായിരുന്നില്ല, നവീൻ ബാബുവിനു വേണ്ടി ശക്തമായി പോരാടാൻ തന്നെയായിരുന്നു. പിന്നീട് അവരെ ഭയപ്പെടുത്തിയതും ഇതേ പാർട്ടി സംവിധാനങ്ങൾ തന്നെയാണോ? അതോ മഞ്ജുഷ ഒരു പാവമായതുകൊണ്ട് എല്ലാവരും ചേർന്ന് അവരെ പറ്റിക്കുകയായിരുന്നു? ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വരെ എത്രയെത്ര പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിച്ചത്. തുടക്കം മുതൽ PP ദിവ്യയെ സംരക്ഷിച്ചിരുന്ന MV ജയരാജൻ നിൽക്കക്കള്ളിയില്ലാതെ ഒരു മലക്കം പറഞ്ഞു. നിയമസഭയിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി എന്ത് പച്ചക്കള്ളമാണ് അവിടെ നിരത്തിയത്? പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് നിയമസഭയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയിച്ചത്. തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടത്തിയിട്ടില്ല, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുവെന്നൊക്കെ പച്ചക്കള്ളം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നിട്ടും ഈ പച്ചക്കള്ളം ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ പ്രതിപക്ഷം മിനക്കെട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് SP-യെയും ജില്ലാ കളക്ടറെയും നേരിട്ട് വിളിച്ച് തങ്ങൾ പറഞ്ഞിരുന്നുവെന്നാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇക്കാര്യം മഞ്ജുഷയും സ്ഥിരീകരിച്ചു. ഈ ആവശ്യമുന്നയിച്ച് കളക്ടറെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ കളക്ടർ ഫോൺ എടുത്തില്ല. തുടർന്ന് കളക്ടറുടെ സഹായിയെ വിളിച്ച് കളക്ടറുമായി ബന്ധപ്പെടുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തില്ല എന്ന് കളക്ടർ കുടുംബത്തിന് ഉറപ്പ് കൊടുത്തു. എന്നിട്ടും തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കേസിൽ ആരോപണ വിധേയായ PP ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനുമൊക്കെ ജോലി ചെയ്യുന്നത് ഇതേ പരിയാരം മെഡിക്കൽ കോളേജിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൃത്യമായ അട്ടിമറി പോസ്റ്റ്മോർട്ടത്തിലും ഇൻക്വസ്റ്റിലുമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കേരളത്തിനും വ്യക്തമായി. എന്നിട്ടും ഇതൊന്നും നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ എത്തിക്കാൻ മഞ്ജുഷയെപ്പോലൊരു സാധാരണക്കാരിക്ക് കഴിയാത്തതാണോ?
അതോ അഭിഭാഷകരടക്കം അവരെ കബളിപ്പിക്കുകയായിരുന്നോ? പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന കുടുംബത്തെ പറഞ്ഞ് പറ്റിച്ച കളക്ടർ ഇപ്പോഴും അവിടെ സുരക്ഷിതനായിരിക്കുന്നു. ഇതേ പച്ചക്കള്ളങ്ങൾ നിയമസഭയ്ക്ക് മുന്നിൽ വിളമ്പിയ മുഖ്യമന്ത്രിക്കും കുഴപ്പമില്ല. പലവട്ടം PP ദിവ്യയെ സംരക്ഷിക്കാനായി നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ വഞ്ചിച്ച MV ഗോവിന്ദൻ ഊറിച്ചിരിക്കുന്നു. സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലും ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും ചെന്ന് വിളിച്ചുകൂവുന്നു, അന്വേഷണം സുതാര്യമാണെന്നും ശക്തമായി നീങ്ങുന്നുവെന്നും. പോലീസ് ഡയറി ഹാജരാക്കി അന്വേഷണ സംഘത്തിൻ്റെ മഹിമ പറഞ്ഞ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ അഭിഭാഷകർക്ക് കഴിയുന്നു. അവിടെ നിസ്സഹായാവസ്ഥയോടെ മഞ്ജുഷ നിൽക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ ആത്മാവ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാകാം. ഇവിടെ നവീൻ ബാബുവിൻ്റെ ആത്മാവിനെ പോലും മഞ്ജുഷ വഞ്ചിച്ചു എന്നൊക്കെ ചിലർ കട്ടയ്ക്ക് പറയുമ്പോൾ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ നമുക്ക് കഴിയില്ല. അത്ര ക്രൂര മനസ്സൊന്നുമില്ല ആ പാവം മഞ്ജുഷയ്ക്ക്. എല്ലാവരും കൂടി അവരെ പച്ചയ്ക്കങ്ങ് പറ്റിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഇതിൽ പരം എന്ത് ചെയ്യാൻ? ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹർജി നൽകാം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അപ്പീൽ നൽകാം. ഇനി അതും കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് വേണേ പോകാം. എല്ലാവരുമൊക്കെ അവരെ ഉപദേശിക്കും, സുപ്രീം കോടതിയിൽ നിന്ന് വലിയ അഭിഭാഷകരെ ഇവിടെ കൊണ്ടുവന്ന് വാദിപ്പിക്കണമെന്ന്. എന്നാൽ സുപ്രീം കോടതിയിലെ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള മികച്ച അഭിഭാഷകനെ കൊച്ചിയിലെ നമ്മുടെ ഹൈക്കോടതിയിൽ എത്തിക്കണമെങ്കിൽ 19 ലക്ഷം രൂപയെങ്കിലും മിനിമം എണ്ണിക്കൊടുക്കണം. ആ കുടുംബം എങ്ങനെയൊക്കെയാണ് കഴിയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ മഞ്ജുഷയുടെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എത്രയെത്ര മരണങ്ങളാണ് ഇവിടെ കുഴിച്ചു മൂടപ്പെടുന്നത്. ആ മരണങ്ങളിൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്കൊന്നും നീതി കിട്ടുക അത്ര എളുപ്പമല്ല. അത് മഞ്ജുഷയുടെ കാര്യത്തിലും ഇപ്പോൾ പ്രാവർത്തികമാകുന്നു എന്നു മാത്രം. ഈ കേസിൽ പ്രശാന്തിനെ പ്രതിയാക്കണമെന്ന ആവശ്യം പോലും ഇതുവരെ നമ്മുടെ ഭരണകൂടം കേട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പേരിലാണ് ഒരു കള്ളപ്പരാതി അയാൾ ഉയർത്തിക്കാട്ടിയതും പ്രചരിപ്പിച്ചതും. എന്നിട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമൊന്നും അതിൽ പരാതിയില്ല എങ്കിൽ എവിടെയൊക്കെയോ അട്ടിമറി നടന്നു എന്നതിൻ്റെ തെളിവ് തന്നെയല്ലേ അത്? അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറ മൂത്രത്തിലെ കല്ല് കാരണമാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന നെറികെട്ട ഡോക്ടർമാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്ത കാലഘട്ടം. നവീൻ ബാബുവിൻ്റെ കൊലപാതകം കുഴിച്ചുമൂടാൻ ഇവിടെ പലർക്കും താല്പര്യമുണ്ടായിരുന്നു. അതിനു പിന്നിലെ ഉന്നതരെ രക്ഷിക്കാൻ ശക്തമായ അട്ടിമറികൾ നടന്നു. അന്വേഷണ സംഘം ആദ്യം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാത്തതും പരിശോധനയിൽ നടത്തിയ അട്ടിമറികളുമൊക്കെ കേരളം പച്ചയ്ക്ക് കാണുകയായിരുന്നു. എന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കഴിയുന്നില്ല. ഇത്തരം വീഡിയോകളിലൂടെ നമ്മുടെ ഹൃദയവികാരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയും. അതിലപ്പുറം എവിടെ പോരാട്ടം, എവിടെ പോരാട്ടത്തിനുള്ള ശക്തി? മഞ്ജുഷയെപ്പോലുള്ള ഒരു സ്ത്രീയെപ്പോലും ദുർബലമാക്കുകയാണ് നമ്മുടെ സാമൂഹിക സംവിധാനങ്ങൾ. പാർട്ടി കേഡറുകളും പാർട്ടി സംവിധാനങ്ങളും അത്ര ശക്തമാണ്. കണ്ണൂർ പോലെ ഒരു പാർട്ടി കോട്ടയിൽ നടന്ന ഈ കൊലപാതകത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവർ എല്ലാ തന്ത്രങ്ങളും പയറ്റും. അത് കോടതിയിലും പ്രകടമാകുന്നു എന്ന് മാത്രം. എന്തായാലും ക്രൈംബ്രാഞ്ചിനെ കൂടി കേസ് അന്വേഷിച്ചാൽ എന്നേക്കുമായി ഒരുപക്ഷെ ഈ കേസ് കുഴിച്ചു മൂടാൻ കഴിഞ്ഞേക്കും ഈ ഭരണകൂടത്തിനും പാർട്ടിക്കും. നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന മഞ്ജുഷയെ നമുക്ക് തൽക്കാലം ആക്ഷേപിക്കാൻ കഴിയില്ല. അതാണ് പച്ച പരമാർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.